റെക്കോർഡ് സ്റ്റാർട്ടായോ? പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു കാഷ്വൽ ടോക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടൊന്നും പറയണ്ട, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വന്നാൽ മതി. ഒറിജിനലായിട്ടുള്ള സാധനം നമുക്ക് ഇത് വരണ്ടേ, കുറച്ച് ഇറങ്ങുന്ന എന്നൊക്കെ നേരെ കാണണമെങ്കിൽ അവിടെ നോക്കിയിട്ടുണ്ടോ. പിന്നെ അപ്പോൾ ഇന്ന് നമ്മുടെ നിഹാലിൻ്റെ നിക്കാഹാണ് അല്ലേ? അപ്പോൾ ഈ നാടത്തിന്റെ കരഞ്ഞ നിക്കാഹിന്റെ സമയത്ത് കരഞ്ഞെന്തിന്? സന്തോഷം കൊണ്ട് കരഞ്ഞില്ല. ഞാൻ കരുതി എന്താണെന്നറിയോ, ഞാൻ ഈ അന്നെ അങ്ങോട്ട് വിളിക്കാത്തീനാണോ കരഞ്ഞ? ഞാൻ എൻ്റെ ഉമ്മാനോട് പോയി ചോദിച്ചു, എന്തിനാ അവിടെ മോള് കരയണ? അല്ല, അവൾക്ക് കണ്ടിട്ട് സങ്കടം വന്നത്. അപ്പൊ ഞാൻ കരുതി പിന്നെ ഞാൻ ഈ ആ ബൊക്കന്റെ സമയത്ത് വിളിക്കാഞ്ഞിട്ടോ അന്നെ അവോയ്ഡ് ചെയ്ത പോലെ എനിക്ക് അതെല്ലാം കരഞ്ഞതാണ്. അപ്പൊ ഇന്ന് നമുക്ക് സത്യം പറഞ്ഞാല് ഇതില് അങ്ങനെ നിങ്ങൾ എങ്ങനെ വെച്ചാൽ നിന്നോളിട്ടെ, പുറത്തത്തെ ടോക്ക് നോക്കണ്ട. ഓൽക്ക് ഇതിൽ നിൽക്കാൻ പറ്റാത്തില്ല, അസൂയയോട് പറയണതാണ്. പിന്നെ ഇവരെല്ലാരും കാണുന്നില്ലേ? എല്ലാരും കാണുന്ന മാതിരി എടുത്തട്ടോ. പിന്നെ അപ്പോ നമ്മളെവിടെ പറഞ്ഞിട്ട് നമ്മൾ വിട്ടു അപ്പൊ സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അതവിടെ നിൽക്കാം. പിന്നെ അപ്പൊ നമ്മള് നിഹാലാക്കുന്റെ അല്ലെ കല്യാണം, നിന്റെ കല്യാണം ഉണ്ട്, നിക്കാഹ് കഴിഞ്ഞു. എന്താണ് ഈ അവസരത്തിൽ പറയുന്നത്? അത് പിടി. എങ്ങനെയുണ്ട് നിഹാല്? എന്താണ് വീട്ടിൽ എന്താണ് അന്നെ ഭയങ്കര വികൃതിയായിട്ടുണ്ടോ? ഞങ്ങള് പണ്ടൊട്ടേ വികൃതിയൊന്നും കാട്ടാതെ ആണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പൊ ഈ മൊമെന്റ്സ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഇനിയിപ്പോ പുതിയ ഒരാളും കൂടെ വരികയാണ്. നിങ്ങൾ രണ്ടാളിൽ നിന്ന് മൂന്നാളാവുമ്പോ അല്ലേ ഒരാളും കൂടെ വരാൻ കൂടെ. എന്താണ് താത്താനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണേ. നിങ്ങൾ അതായത് നമ്മളാ ഒരു ടീമിലേക്ക് സെറ്റ് ആയ ഒരാളാണ്. സെറ്റാണ്, അടിപൊളിയാണ്. എന്താ സംസാരിച്ച് വന്നിട്ട് ഇപ്പൊ സംസാരിച്ചിട്ടൊന്നുമില്ല. നിക്കാന്റെ മുമ്പ് സംസാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഇത് നമ്മളെ ബ്രൈഡിന്റെ അനിയത്തിയാണ്. എന്താണ് ബ്രൈഡിന്റെ അനിയത്തിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ ഈ ഒരു മൊമെന്റ്സ് എന്താണ്? ഭയങ്കര ഹാപ്പി മൊമെന്റ്സ് ആണ്. പിന്നെന്താ താത്താനെ കുറിച്ച് എന്താ പറയുക? ഓനെന്താ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, പ്ലസ് എക്സ്ട്രോവേർട്ട് ആണ്. എപ്പോഴും ഞങ്ങള് ഭയങ്കര തല്ലാണ്, പ്ലസ് ഞങ്ങളെപ്പോഴും വേഗം തെറ്റിക്കഴിഞ്ഞാലും പെട്ടെന്ന് മിണ്ടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പുതിയ ഒരാളും കൂടെ നിങ്ങൾക്കും വന്നു അല്ലേ? നിഹാല്. നിഹാലിനോട് സംസാരിച്ചിരുന്നോ? എന്താണ് അഭിപ്രായം? അടിപൊളിയാണ്, സെറ്റാണ്. കരുതിയ പോലെ അല്ല. നിഹാല് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്ത് കാര്യത്തിലും ഭയങ്കര പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ പറയാം. പുതിയാപ്പളിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എന്താ പറയാ, ദിവസത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഞങ്ങളെ എന്താ പറയാ കസിൻസിൽ തന്നെ ഫസ്റ്റത്തെ കല്യാണമാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോ നിങ്ങളെ ഗിഫ്റ്റ് കൊണ്ടുവന്ന സമയത്തൊക്കെ നിങ്ങളിപ്പോ അവിടെ ഫോട്ടോഗ്രാഫർമാർ നിങ്ങൾ അറേഞ്ച് ചെയ്തൊക്കെ സെറ്റ് ആക്കിയിട്ട് എടുത്തു അല്ലേ? അപ്പൊ ആ സമയത്ത് എന്താ തോന്നിയത്? അതായത് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു ഫീൽ? ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് സത്യം പറഞ്ഞ ഇവൾക്ക് ആ ഒരു സങ്കടമൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ? ആ ഒരു മൊമെന്റ്സ് കൂടെ കടന്നു പോയ സങ്കടം അവിടെ നിന്ന് ഇങ്ങനെ കയ്യൊക്കെ അതാണ് ഒരൊറ്റ ബ്രദറുണ്ടോ. പിന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളി. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളൊക്കെ കസിൻസുകളല്ലേ? അങ്ങനെ പറയാൻ പറ്റൂല. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയണം. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. പറയാത്ത ആൾക്കാരൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളോട് ക്യാപിറ്റൽ തിയേറ്ററിലേക്ക് ഈ വർക്ക് എങ്ങനെ വന്നു ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ പെങ്ങളെ മോനും കൂടെയാണ്. അപ്പോൾ ഞാൻ പ്രഷറോട് പറയുകയാണ്, ഇന്നിപ്പോൾ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററുടെ പിന്നെ മകൻ്റെതും കൂടെയാണ്. അപ്പോൾ ക്യാപിറ്റലിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിക്കേണ്ടത് അർത്ഥമല്ല. കാരണം ഇത് ക്യാപിറ്റലിൽ നിന്ന് പോവാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫോട്ടോ മാത്രമേ നമ്മളിന്ന് എടുത്തിട്ടുള്ളൂ, വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. വീഡിയോ ഇപ്പോൾ ഇന്ന് ഇതിന് വേണ്ടിയിട്ടും ഒരു ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ നിഹാലും ഈയും എല്ലാ ഒരു ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു എനിക്ക് ഓർമ്മിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു മൊമെന്റ്സ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ മൊമെന്റ്സ്. ബ്രദറിന്റെ കൊണ്ടടക്കൊക്കെ എങ്ങനെ? എന്റെ ബ്രദർ ആ ഒരു രീതിയിലൊന്നല്ല, എൻ്റെ ഒരു പാരന്റ് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുനടക്കുക. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഒപ്പം ചേർത്ത് പിടിച്ച് കൊണ്ടുപോവാ, അങ്ങനെയൊക്കെ അന്റെ ഇഷ്ടങ്ങൾക്ക് നോക്കി അറിഞ്ഞു ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ്. ഓക്കെ.
അപ്പോൾ ഈ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ട് ചെയ്തു തരാത്ത അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ ഈ ഇപ്പോൾ അവനോട് എന്തെങ്കിലും വേണ്ടതാണെങ്കിൽ ഒക്കെ ചെയ്തു തരും വേണ്ടാത്തൊരാവശ്യമാണെങ്കിൽ അപ്പോൾ എന്താ എന്നോട് പറയാം വേണ്ടാത്തൊരാവശ്യമാണെങ്കിൽ എന്നെ എങ്ങനെയാണ് വേണ്ട നമുക്ക് പിന്നെ നോക്കാന്ന് പറയും അപ്പോൾ എനിക്ക് സങ്കടാവും. ചങ്കല്ല. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? നിങ്ങൾ എന്നാ പോണേ? ഞങ്ങള് അടുത്ത വീക്ക് പോവും. നിങ്ങളെ ഇങ്ങോട്ട് വാ. ഇത് ഇവിടെ ഉള്ള ആളല്ല കേട്ടോ, ഇത് സൗദിയിലൊക്കെ ജീവിച്ച് മലയാളം അറിയില്ല എനിക്ക്? അറിയില്ല, എന്നാ പറയാ എന്താണ് സൗദിയിൽ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. ഇന്ന് കല്യാണം കൂടിയപ്പോൾ നാട്ടിലൊരു കല്യാണം കുറേ ആയില്ലേ കൂടിയിട്ട്? എന്താണ് ഇന്നത്തെ ഈ ഒരു നിക്കാഹിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇത് ഫസ്റ്റത്തെ ഞങ്ങളുടെ കസിൻ്റെ ഫസ്റ്റത്തെ കല്യാണല്ലേ, അതിൻ്റെ ഉള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ളു. ഉണ്ട്. പിന്നെ അപ്പോൾ ഇനി രണ്ടാൾക്കും ഒരു വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെതായിട്ടൊരു വിഷ് പറഞ്ഞു. നിഹാലാക്കുന് അത് മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ. എന്താണ് ബ്രൈഡിന്റെ പേരെന്താ? നിഹാലാക്കുനും മിൻഹാക്കും ഒരു അത് പറഞ്ഞു. ഹാപ്പി രണ്ടാളുടെ പേര് ആൻഡ് നിഹാൽ നിക്കാഹ് മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് നിഹാൽ ആൻഡ് മിന്നു. നിങ്ങൾ ഇതേമാതിരി എന്തെങ്കിലും പറഞ്ഞോളി രണ്ടാളും കൂടെ കൂടിയിട്ട്. ഒന്നും പറയല്ല. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് നമുക്ക് ഏതായാലും ഇന്നത്തെ കപ്പിൾസിന് ഒരു വിഷ് നേരാം അല്ലേ? അപ്പോൾ വിഷ് യു ഹാപ്പി വെരി ലോങ് ഹാപ്പി മാരീഡ് ലൈഫ് ടു നിഹാൽ ആൻഡ് മിൻഹ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിക്കണോ? അതിൻ്റെ പേരെന്താ? ഓക്കെ, ഇതൊക്കെ നമ്മളെ കുട്ടികളാട്ടോ, ഒക്കെ നമ്മളെ പെങ്ങന്മാരെ. അതിനെന്താ ഇനി പറയണ്ട, പോടുന്നു. ഓക്കെ, പേക്കപ്പ്.